ഈ യാത്ര ഒരു മലയുടെ അടിയിലേക്കാണ്. ഒരു മലയെ പൂർണ്ണമായി തുറന്നുണ്ടാക്കിയ ഒരു ആറുവരിപ്പാത. എല്ലാവർക്കും അറിയാം നമ്മുടെ കുതിരാൻ. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തുരങ്കപാതയാണ് കുതിരാൻ. പക്ഷേ നമ്മുടെ യാത്ര ഈ കുതിരാനെ തേടിയല്ല. ഈ കുതിരാൻ വന്നതോടുകൂടി നമ്മൾ മറന്ന നമ്മുടെ ഏവർക്കും സുപരിചിതമായിട്ടുള്ള നമ്മുടെ ശാസ്താക്ഷേത്രം. ഈ തുരങ്കപാതയ്ക്ക് മുകളിലാണ് ഈ ശാസ്താക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ പീച്ചി വാഴാനി ഡാമുകളെ കൂട്ടിമുട്ടിക്കുന്ന ഈ കുതിരാൻമലകൾ, അതിനിടയിൽ പച്ചപ്പിൽ പുതച്ചു നിൽക്കുന്ന ശാന്തമായിട്ടുള്ള അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുള്ള നമ്മുടെ ശാസ്താക്ഷേത്രം. കോയമ്പത്തൂർ കൊച്ചി മലയോര ഹൈവേയിലാണ് നമ്മുടെ ഈ തുരങ്കപാത സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ സിറ്റിയിൽ നിന്നും ഏകദേശം 21 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. പാലക്കാട് നിന്ന് വരുമ്പോൾ വടുക്കഞ്ചേരി ടൗൺ കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ സ്ഥലം, അതായത് വാണിയമ്പാറ കഴിഞ്ഞ് കുതിരാൻ വരുന്നു. തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ മണ്ണുത്തി കഴിഞ്ഞിട്ടാണ് കുതിരാൻ ടണൽ വരുന്നത്. ഏകദേശം 1.5 കിലോമീറ്ററാണ് ഈ മലയ്ക്കുള്ളിലൂടെ ഈ ആറുവരിപ്പാത കടന്നു പോകുന്നത്. 2 തുരങ്കങ്ങളിലൂടെയായി അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് 6 വരിപ്പാതകളിലാണ് ഈ മലയുടെ അടിയിലൂടെ കടന്നു പോകുന്നത്. തുരങ്കം കഴിഞ്ഞ് അല്പം മുന്നോട്ട് പോകുമ്പോൾ ഇടത്തോട്ടേക്കാണ് നമുക്ക് പഴയ കുതിരാൻ വഴിയിലേക്ക് പോകാനുള്ള വഴി. വഴി മോശാട്ടാ. പണ്ട് ഈ വഴിയായിരുന്നു എല്ലാവരും ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ പുതിയ ഹൈവേ വന്നു, തുരങ്കം വന്നു, ഈ വഴി ഇപ്പോൾ പൊളിഞ്ഞു കിടക്കുക. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു 200 മീറ്റർ നമുക്ക് മോശമായിട്ടുള്ളൊരു വഴി ഉണ്ടാവുള്ളൂ. മുമ്പ് ഈ വഴി പോകുമ്പോൾ ഈ ഭാഗങ്ങൾ കടന്ന് കിട്ടണമെങ്കിൽ ഏകദേശം 2-3 മണിക്കൂർ ബ്ലോക്കിൽ പെട്ട് കിടക്കണം. അന്ന് ഈ വഴി ഫേമസ് ആയതും ഇവിടുത്തെ ബ്ലോക്കിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. ഇന്നിപ്പോൾ വിരലിലുണ്ടാവുന്ന വളരെ കുറച്ച് വണ്ടികളാണ് ഞങ്ങളിപ്പോൾ ഈ യാത്രയിൽ കണ്ടിട്ടുള്ളത്. ഞങ്ങൾ പോയ ദിവസവും ഒരു മലയാള മാസം 1-ാം തീയതി ആയതുകൊണ്ട് ശാസ്താക്ഷേത്രത്തിൽ കെട്ടുനിറയ്ക്കും മാലയിടാനൊക്കെ ആയിട്ട് വന്ന വളരെ കുറച്ച് ഭക്തജനങ്ങൾ. പിന്നെ ഇവിടെ താമസിക്കുന്ന വീടുകളുടെ എണ്ണം വളരെ കുറവാണ്. ഈ ഇടതുഭാഗത്ത് കാണുന്നതാണ് അമ്പലം. പക്ഷെ നമുക്ക് ഈ വഴി കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. ഒരു കാലത്ത് ഗതാഗതക്കുരുക്ക് തീർത്തിരുന്ന ഈ വഴി ഇന്ന് തികച്ചും ശാന്തമാണ്. ഇടതുഭാഗത്തെല്ലാം മൃഗങ്ങൾ കിടക്കാതിരിക്കാൻ വേലി കെട്ടിയതായിട്ടും നമുക്ക് കാണാം. പക്ഷേ ഇന്ന് എത്ര സുന്ദരമാണ് ഈ വഴി. ഈ വഴിയുടെ ഒരറ്റം ഇപ്പോൾ പൊളിച്ചിട്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുമ്പ് വന്നിരുന്ന ആ വഴിയിലൂടെ ഇങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കില്ല. പകരം തുരങ്കം കടന്ന് നമ്മൾ വന്ന വഴിയിലൂടെ തന്നെ ഇങ്ങോട്ട് പ്രവേശിക്കാൻ ഇപ്പോൾ സാധിക്കുകയുള്ളൂ. ഈ ഭാഗം പൂർണ്ണമായി തന്നെ പൊളിച്ചിട്ടിരിക്കുകയാണ്. യാത്ര ബൈക്കിലായതുകൊണ്ട് ഈ വഴിയുടെ അറ്റം വരെ വരണമെന്നും തോന്നി. മുമ്പ് കുറേ യാത്ര ചെയ്തിട്ടുള്ള വഴിയായതുകൊണ്ട് ഇന്ന് എന്ത് ശാന്തമാണ്. ശനി ഞായറും ഈ അമ്പലത്തിൽ അന്നദാനമുണ്ട്. 11 മണിക്കാണ് അന്നദാനം തുടങ്ങുന്നത്. ഭക്തജനങ്ങളുടെ തിരക്ക് കുറവായ കാരണം കൊണ്ടായിരിക്കാം പണ്ട് ദിവസേന ഉണ്ടായിരുന്ന അന്നദാനം ഇപ്പോൾ ശനി ഞായർ മാത്രമാണ്. ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ കുതിരപ്പുറത്തിരിക്കുന്ന ശാസ്താവാണ്. അമ്പലത്തിൻ്റെ മുഖച്ഛായയിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഗോപുരമായി ഒരുപാട് രൂപങ്ങളൊക്കെ പണിതിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു രൂപം മുരുകൻ്റെയാണ്. മലേഷ്യയിലുള്ള മുരുകൻ്റെ അതേ രൂപത്തിലാണ് ഇവിടുത്തെയും വിഗ്രഹം. നമ്മൾ പടി കയറാൻ തുടങ്ങുമ്പോൾ തന്നെ അയ്യപ്പൻ്റെ പുലിപ്പുറത്തിരിക്കുന്നൊരു വിഗ്രഹം താഴെ ഭാഗത്തായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ശബരിമലയിലേത് പോയതിൽ തന്നെ 18 പടികൾ കയറിയതിനു ശേഷമാണ് നമുക്ക് ഈ അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. പക്ഷേ അമ്പലത്തിൻ്റെ ചുറ്റുകെട്ടൊന്നും വിചാരിച്ച പോലെ ഒരു പൗരാണികതയുള്ളതായിരുന്നില്ല. പുതുക്കിയിട്ടുള്ള ഭാഗങ്ങളാണ്. അമ്പലത്തിൽ തന്നെ ഒരുപാട് ഉപപ്രതിഷ്ഠകളുണ്ട്. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് ഈ നാഗപ്രതിഷ്ഠയ്ക്ക് വരുന്നത്.
പക്ഷെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, പ്രത്യേകിച്ച് ഈ ശിവക്ഷേത്രം. പക്ഷെ ഞങ്ങൾ രാവിലെ തന്നെ പോകുന്നതുകൊണ്ട് ആ സൂര്യോദയവും സൂര്യൻ്റെ ആദ്യത്തെ രശ്മികളും ആ ഒരു പ്രത്യേക അനുഭൂതി തന്നെയായിരുന്നു കേട്ടോ. വരുന്ന വഴിക്ക് കോടമഞ്ഞും എല്ലാം ഞങ്ങൾക്ക് കാണാൻ പറ്റി. അമ്പലത്തിന് പുറത്തായിട്ടാണ് ഈ കിരാതമൂർത്തിയുടെ പ്രതിഷ്ഠ വരുന്നത്. അമ്പലത്തിനോട് വളരെ അടുത്താണ് ഈ വനവിജ്ഞാന കേന്ദ്രം വരുന്നത്. വനം വന്യജീവി വകുപ്പിന് കീഴിലുള്ള ഈ വനവിജ്ഞാന കേന്ദ്രം ഇപ്പോഴാണ് പേരിനോട് ഉത്തമമായി നിൽക്കുന്നത്. തിരിച്ചിറങ്ങുമ്പോൾ ഈ പള്ളിയെ മിസ് ചെയ്യാൻ തോന്നിയില്ല. കാരണം കുറച്ചു കാലമായി ഉപയോഗശൂന്യമായി കിടക്കുന്നതെന്ന് തോന്നുന്നു. ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നോക്കി ചുറ്റും കാട് കാനോട് കയറാൻ പറ്റിയില്ല. കാലം മാറി, ഒപ്പം കുതിരാനും പുതിയ തുരങ്കവും ആറുവരിപ്പാതയും എല്ലാം വന്നു. ആ പഴയ കാനനപ്പാതയും ക്ഷേത്രവുമെല്ലാം പ്രകൃതിയുടെ മടിത്തട്ടിൽ ശാന്തമായിരിക്കുന്നു. ഈ യാത്ര അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.